ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാനെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ നിലയുറപ്പിച്ചിരിക്കുന്ന 30,000 മുതൽ 40,000 വരെയുള്ള US സൈനികർ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്യുമെന്നാണ് അമേരിക്കൻ യുദ്ധകാര്യ വിദഗ്ധർ പറയുന്നത്. അമേരിക്കൻ സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് CNN ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം അമേരിക്കൻ സൈനിക നേതൃത്വത്തിൽ വല്ലാതെ ഒരു പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, അതോടൊപ്പം ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിട്ടുണ്ട്. ട്രംപും അമേരിക്കയും മിഡിൽ ഈസ്റ്റിൽ കിടന്ന് യുദ്ധനാടകം കളിക്കുകയാണ്. ഈ ക്യാൻസർ ഞങ്ങൾ മാറ്റിത്തരാം എന്നാണ് ഇറാൻ പറയുന്നത്. യുദ്ധം ആരംഭിക്കാതിരിക്കുകയും അമേരിക്കൻ യുദ്ധക്കപ്പൽ ദീർഘനാൾ മിഡിൽ ഈസ്റ്റിൽ തുടരാൻ സാധ്യത ഉണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഈ കപ്പലിലെ സൈനികരുടെ കുടുംബങ്ങൾ അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. ആവശ്യമില്ലാതെ ഇറാനുമായി ട്രംപ് ഒരു യുദ്ധത്തിൽ ചെന്ന് വലിയ നഷ്ടം വരുത്തുമെന്ന ഭയം അമേരിക്കയിൽ പരക്കെ ഉള്ളതായിട്ടാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഖത്തർ, സിറിയ, സൗദി ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിൽ ഏതാണ്ട് 50,000-ഓളം സൈനികരാണുള്ളത്. അതുകൂടാതെ ഇപ്പോൾ ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്ത് എത്തിയിരിക്കുന്ന ജെറാൾഡ് R. ഫോൾഡ് എന്ന യുദ്ധക്കപ്പലിൽ 5,000 സൈനികരാണുള്ളത്. പിന്നെ അബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിലും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ചെറു അകമ്പടി കപ്പലുകളിലും എല്ലാമായിട്ട് ഏതാണ്ട് 8,000-ഓളം സൈനികർ വേറെയുണ്ട്. ഇതുകൂടാതെ ഇനിയും വന്നു ചേരാനുണ്ട്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനിയും സൈനികർ എത്തേണ്ടതുണ്ട് അമേരിക്കയിൽ നിന്നും. അങ്ങനെ യുദ്ധം ആരംഭിച്ചാൽ ഏതാണ്ട് 1,00,000-ലധികം അമേരിക്കൻ സൈനികർ അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം മറ്റു രാജ്യങ്ങളും കൂടുന്ന ഈ സൈനികരെല്ലാം കൂടി യുദ്ധത്തിൽ പങ്കെടുക്കുമെന്നാണ് കണക്ക്. അതുകൂടാതെ ഇസ്രായേലിലെ സൈനികർ വേറെയും ഉണ്ടാകും. ഇതിൽ അമേരിക്കൻ പക്ഷത്ത് മാത്രം 30,000 മുതൽ 40,000 വരെ സൈനികർക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് ട്രംപിനെയും വല്ലാതെ ഒരു ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് പിന്നാലെയാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനിയുടെ സൈനിക ഉപദേഷ്ടാവായ യഹിയ റഹീം സഫാവി ഇറാനിയൻ മാധ്യമങ്ങളോട് പറയുന്നത് ഇസ്രയേലുമായുള്ള അന്തിമ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്നാണ്. ഞങ്ങൾ ഇനി ഒരു വെടിനിർത്തലല്ല, യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഉണ്ടാവുക എന്നാണ്. ഞങ്ങൾക്കും US-നും ഇസ്രായേലിനും ഇടയിൽ ഒരു പ്രോട്ടോക്കോളോ നിയന്ത്രണമോ കരാറോ ഒന്നും ഇതുവരെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഈ യുദ്ധം തർക്കങ്ങളുടെ അവസാനം നിർണ്ണയിക്കുന്നത് വരെയാവും ഞങ്ങൾ തുടരുക എന്നാണ് ഇറാൻ അമേരിക്കയ്ക്ക് താക്കീത് നൽകിയിട്ടുള്ളത്. അതായത് വേണമെങ്കിൽ അടിച്ചു നേടിക്കൊള്ളണം, അല്ലാതെ അവിടെയും ഇവിടെയും മാറിയിരുന്ന് കള്ളപ്രചരണം നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ ട്രംപിന് നൽകുന്നത്. ഈ ട്രംപ് ഡെയിലി ഇങ്ങനെ പത്രസമ്മേളനം നടത്തി ഇറാനെക്കുറിച്ച് ഓരോരോ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ട്രംപിൻ്റെ ഒരു ഏറ്റവും താണ രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രമാണ്. ഒരു അന്തസ്സുള്ള രാഷ്ട്രത്തിന് പറ്റിയ ഒരു രീതിയല്ല ഇത്. അപവാദങ്ങൾ ഉണ്ടാക്കുക, അത് അമേരിക്ക പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത്. അപവാദങ്ങൾ ഉണ്ടാക്കുക. ഇറാൻ ട്രംപിനെ ഇങ്ങനെ താക്കീത് ചെയ്യാൻ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. പണ്ട് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചപ്പോൾ അന്നത്തെ ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈനെതിരെയും അതുപോലെ ലിബിയ ആക്രമിച്ചപ്പോൾ ലിബിയയിലെ മുഹമ്മദ് ഗദ്ദാഫിക്കെതിരായും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ലൈംഗിക ആരോപണങ്ങളും സ്ത്രീകൾക്കൊന്നും ഈ രാജ്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള രക്ഷയുമില്ല എന്ന തരത്തിൽ പ്രചരണം നടത്തി പൊതുജന അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിയിട്ടാണ് ആക്രമണം നടത്തിയത്. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പത്രങ്ങൾ വഴിയുള്ള വാർത്ത അല്ലെങ്കിൽ TV വഴിയുള്ള വാർത്ത എല്ലാവരും വിശ്വസിക്കും. അപ്പോൾ അവരെ മാത്രം കയ്യിലെടുത്താൽ മതി. അപ്പോൾ ഇവരുടെ തന്ത്രം ഫലിക്കും. ഇന്നതല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലോകത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും വരെ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്താനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം അമേരിക്കൻ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ജൂത തന്ത്രങ്ങൾ പിടിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ ഉത്തര കൊറിയൻ പ്രസിഡന്റായ കിം ജോങ് ഉന്നിനെതിരെയും അനേകം ലൈംഗിക അപവാദ കഥകളും അവിടുത്തെ ജനങ്ങളെല്ലാം തടവു പുള്ളികളെ പോലെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് അമേരിക്ക സ്ഥിരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും, അതായത് ഉത്തര കൊറിയയിലെ ഒരു ന്യൂസും പുറത്തേക്ക് ആർക്കും അറിയാൻ കഴിയില്ല, അവർ എല്ലാം അതീവ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്, അവിടെ ഇൻ്റർനെറ്റ് ഇല്ല, അതില്ല, ഇതില്ല എന്നെല്ലാം ഇവർ പറഞ്ഞിട്ട് ഇത്രയും സീക്രട്ട് ഇവർ പുറത്ത് വിടുമ്പോൾ ഇവർക്ക് എങ്ങനെ കിട്ടി ഈ സംഭവം? ഉത്തര കൊറിയയിൽ നിന്ന് ഒരു ന്യൂസും പുറത്തേക്ക് പോകുന്നില്ല എന്ന് അമേരിക്കയാണ് സമ്മതിക്കുന്നത്. എന്നിട്ട് ഈ അവിടുത്തെ കിമ്മിൻ്റെ ഈ രഹസ്യ കാര്യങ്ങൾ വരെ അമേരിക്ക ഇതുപോലെ ഉണ്ടാക്കി അടിച്ചു വിടുകയാണ്. ഇതിനൊരു ലോബിയാണ്. അതിന് ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ എപ്സ്റ്റീൻ ഫയലിൽ 12ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളെ ബലമായി പീഡിപ്പിച്ച ട്രംപാണ് ഇറാനിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. അയാളൊരു സ്ത്രീലമ്പടനാണ്. അയാൾ എവിടെ പെണ്ണുണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകുന്ന ഒരാളാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. അയാൾ അങ്ങനത്തെ രീതിയാണ്. അയാൾ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുക.
അതായത് ഇറാനിൽ സ്ത്രീകൾ പർദ്ദ ഉപയോഗിക്കുന്നു. അവർ പർദ്ദയിൽ നിന്നും ചാടാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ഇതാരും ബലമായിട്ട് രാവിലെ വന്ന് ഗവൺമെൻറ് ഇത് പോലീസുകാരെ ഇട്ട് കൊടുക്കുകയല്ല. നിങ്ങൾ സൗദി അറേബ്യയിൽ പർദ്ദ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം എന്നൊരു നിയമം ഇപ്പോൾ ഉണ്ട്. അല്ല, എന്നിട്ടും സൗദിയിൽ സ്ത്രീകൾ പർദ്ദ ഉപയോഗിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണം ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഷോർട്ട്സ് ഇട്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ സ്ത്രീകൾ ആ പർദ്ദ ഊരാൻ അവരുടെ ശരീരം കാണിക്കാൻ തയ്യാറല്ല. ആ ഒരു ചട്ടക്കൂടാണ് ഇസ്ലാമിനുള്ളിൽ ഉള്ളത്. ഇസ്ലാം അല്ലാത്തവർ പർദ്ദ വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ തുണിയില്ലാതെ നടന്നോളാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആരും ഒരിടത്തും പിടിച്ച് കെട്ടുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെയാണ് തല്ലിക്കൊല്ലുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അവർ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുകയാണ്. ഹിന്ദുക്കൾക്ക് പോലും രക്ഷയില്ല, ക്രിസ്ത്യാനിക്ക് രക്ഷയില്ല, മുസ്ലിമിന് രക്ഷയില്ല. അല്ലാതെ അറബ് രാഷ്ട്രങ്ങളൊന്നും ആരും പരസ്പരം കൊണ്ടിങ്ങോട്ട് തല്ലിക്കൊല്ലുമൊന്നുമില്ല. ഡ്രസ്സ് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ പർദ്ദ ഇട്ടില്ല എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തും സൗദി അറേബ്യയിൽ പോലും ആരും കൊന്നതായിട്ട് ഇന്നവരെ കേട്ടിട്ടില്ല. ഇറാനിൽ 2022 മുതൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിൽ ആയത്തുള്ള അലി ഖാംനെയ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ഇറാൻ എന്ന ക്യാമ്പയിൻ്റെ മറവിലാണ് ഭരണകൂട വിരുദ്ധരായ കുർദുകളെ, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇവർ തെരുവിലിറക്കിയിരിക്കുന്നതെന്ന് ഓർക്കണം. അതായത് കുർദുകളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ ഇസ്ലാം അല്ല, ഷിയാക്കൾ തന്നെ വേറെ വിഭാഗമാണ്. അവർ ഏറ്റവും കൂടുതലുള്ളത് സിറിയയിലൊക്കെയാണ്. അവരെപ്പോഴും ഈ ജൂതപക്ഷത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ കുർദുകളെന്ന് പറയുന്നത്. അവരൊരിക്കലും മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരല്ല. അപ്പം മുസ്ലിം വിരുദ്ധത തന്നെയാണ്. കാര്യം മുസ്ലിങ്ങളുടെ ആചാരം എന്നൊക്കെ പറയുന്നുവെങ്കിലും യഥാർത്ഥ മുസ്ലിം ആചാരമൊന്നുമല്ല അവർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഏതൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതോ സിറിയൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷയം. അപ്പോൾ ഈ കുർദുകളെ ഉപയോഗിച്ചിട്ടാണ് ഈ ഇറാനിൽ ഇപ്പോൾ അമേരിക്കയും ജൂത ചാരന്മാരും എല്ലാം കൂടി പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. അവർ ഭരണവിരുദ്ധരാണ്. അതായത് അലി ഖാംനെയുടെ ഭരണകൂടത്തിനെതിരായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അത് ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ ഭരണകൂടത്തിനെതിരാണ് ഇവർ. സിറിയയിൽ ചെന്നപ്പം അവർക്കെതിരെ, ലിബിയയിൽ ചെന്നാൽ അവിടെ എതിരെ. അതല്ലാതെ ഇനി ഇന്ത്യ വന്നാൽ ഇന്ത്യ ഗവൺമെൻറ് എതിരായിരിക്കും. അങ്ങനത്തെ ഒരു നിലപാടുകാരായി കുർദ് എന്ന് പറയുന്നത്. അങ്ങനെ സ്ത്രീകളെ തെരുവിലിറക്കിയപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനെയുടെ ചിത്രം കത്തിച്ചിട്ട് സിഗരറ്റ് കത്തിക്കുന്ന സ്ത്രീകളുടെ ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ഇറാൻ സർക്കാർ അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. അതായത് അവിടുത്തെ പ്രസിഡന്റിൻ്റെ ചിത്രം കത്തിച്ചിട്ട് അതിൽ നിന്ന് സിഗരറ്റ് കത്തിക്കുക. ഇത്രയൊക്കെ ചെയ്യുമ്പോഴും സർക്കാർ അടങ്ങിയില്ല എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരു രാജ്യത്ത് നടക്കില്ല. നമ്മുടെ ഇന്ത്യയിൽ പിടികൂടുന്നില്ലേ? സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, പിടിച്ച് ജയിലിടുന്നുണ്ട്, വിചാരണ പോലുമില്ല ഇന്ത്യയിൽ. ഇങ്ങനെ തടവിലാക്കപ്പെട്ട സ്ത്രീകളുടെ വിരലുകൾ മുറിച്ചു എന്ന വ്യാജ പ്രചരണമാണ് ഇതിനുശേഷം അമേരിക്കൻ ജൂത ലോബി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും വിരലുകൾ മുറിച്ച ചിത്രങ്ങൾ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും പിന്നീട് ഫാക്ട് ചെക്കർമാർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് പിടികൂടിയ മഹസ അമ്മി എന്ന 22 വയസ്സുള്ള കുർദിഷ് വംശജ ജയിലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതെങ്ങനെയാണെന്നറിയില്ല, അവർ ജയിലിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് പ്രക്ഷോഭം കൂടുതൽ വർദ്ധിക്കാൻ കാരണം. അന്ന് തുടർന്നുകൊണ്ടിരിക്കുക 2022 മുതൽ. ആ പ്രക്ഷോഭം ഇങ്ങനെ തുടർന്ന് വന്നപ്പോഴാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് 1-2 മാസമായി തുടങ്ങിയിട്ട്, ഇസ്രായേലി ചാരന്മാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭകർക്ക് പണവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് ഈ പ്രക്ഷോഭത്തെ വർദ്ധിപ്പിച്ച് ഈ അവസരം ഉപയോഗിച്ച് ഇറാൻ ഗവൺമെൻറ്റിനെ താഴെയിടാമെന്ന് ട്രംപും നെതന്യാഹുവും ഒക്കെ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ട്രംപ് യുദ്ധക്കപ്പലും കത്തിയും കുടുക്കയും ഒക്കെ ആയിട്ട് യുദ്ധം ചെയ്യാമെന്ന പേരും പറഞ്ഞ് ഗൾഫിലോട്ട് ഓടിയെത്തിയത്. കാരണം പുള്ളി ഓർത്ത് ഈ പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ ഇറാനെ അടിച്ച് നിരപ്പാക്കിയിട്ട് ഗവൺമെൻറ്റിനെ താഴെയിട്ട് ആ രാജ്യം പിടിച്ചെടുക്കാമെന്നൊക്കെയാണ് കരുതിയത്. അണ്ടറിൽ കൊണ്ടുവരാം, ഇസ്രായേലിനെ അണ്ടറിൽ കൊണ്ടുവരാം. അതെല്ലാം പൊളിഞ്ഞു. കാരണം ട്രംപിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് പ്രക്ഷോഭം ഇറാനിയൻ സർക്കാർ അടിച്ചമർത്തി 1000-ത്തിലധികം രാജ്യവിരുദ്ധരായ ജൂത ചാരന്മാരെ തൂക്കിക്കൊല്ലുകയും ബാക്കിയുള്ളവരെ ജയിലിലടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഓരോരുത്തരെ കൊന്ന ഓരോ ദിവസങ്ങളിൽ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് പ്രക്ഷോഭം ഒതുങ്ങുകയാണ് ഉണ്ടായത്. അവസാനം ട്രംപും നെതന്യാഹുവും യുദ്ധക്കപ്പലും മാത്രം ബാക്കിയായി. ഇപ്പം യുദ്ധം ചെയ്യാനും മേല, ചെയ്യാതിരിക്കാനും മേല എന്നൊരു മട്ടിലാണ് ട്രംപ് ഉള്ളത്. പഴയൊരു കടങ്കഥയുണ്ട്, ഒരു കോഴിയുടെയും കുറുക്കൻ്റെയും നെല്ലിൻ്റെയൊക്കെ കഥ വെച്ച് നമ്മൾ ചിലപ്പം പലരും കേട്ടിട്ടുണ്ടാവും. ആ കടങ്കഥയിലെ പോലെ കോഴിയെയും കുറുക്കനെയും മാത്രം അക്കരെ കടത്തിയാൽ കുറുക്കൻ കോഴിയെ പിടിക്കും. ഇനി കോഴിയെയും നെല്ലും മാത്രം കടത്താൻ തീരുമാനിച്ചാൽ കോഴി നെല്ല് തിന്നും. അതുപോലെ ഒരു അവസ്ഥയിലാണ് ട്രംപ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഇറാനുമായി യുദ്ധം തുടങ്ങിയാൽ ഇസ്രയേൽ അതോടെ തീരും. യുദ്ധം ചെയ്യാതെ പോയാൽ അമേരിക്ക ലോകത്തിന് മുന്നിൽ നാണം കെടുകയും ചെയ്യും. ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇറാനെ പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ഒരു കരാർ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളക്കടലാസിൻ്റെ മുന്നിൽ ഇരുന്നാൽ പോലും അതും വാങ്ങി ട്രംപ് തിരിച്ചു പോയിക്കൊള്ളും. അതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ മിഡിൽ ഈസ്റ്റിലെ യുദ്ധ കാലാവസ്ഥ എന്ന് പറയേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇറാന് മുന്നിൽ തോറ്റിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിലൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഈ വാർത്തകൾ ഞാനിവിടെ ചുരുക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.